ഫ്രണ്ട്സ് നമസ്കാരം, മാസ്മനാണ്. ഇന്ന് നമ്മളുള്ളത് പെരിന്തൽമണ്ണ സിറ്റി കാസിലാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഡൽഹി പ്രൈസിലൊക്കെ കിട്ടുന്ന അതുപോലത്തെ നല്ല വണ്ടികൾ നമ്മളെ നാട്ടിൽ, അതായത് നമ്മളെ പെരിന്തൽമണ്ണ അങ്ങാടിയിൽ കിട്ടാൻ പോകുന്നൊരു ഷോപ്പിനെ പരിചയപ്പെടുത്താനാട്ടോ നമ്മൾ ഇന്നത്തോടെ പോകുന്നത്. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യത്തെ വണ്ടി നമുക്ക് ടൊയോട്ടയുടെ ഇന്നോവയാണ് കേട്ടോ. ഇത് രജിസ്റ്റേർഡ് വണ്ടിയാണ്. കറൻ്റ്ലി 2012 മോഡലാണ്. തേർഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന ഈ വണ്ടി ഏകദേശം 1,50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് ജെനുവിൻ കിലോമീറ്റർ ആണോ എന്ന് അറിയില്ല, കാരണം ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് കേട്ടോ. എന്നാലും മേജറായിട്ട് ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ ഇല്ലാത്ത വണ്ടിയാണ്. ഈ വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് വന്നിട്ട് 6,40,000 രൂപയാണ് കേട്ടോ. 6,40,000 5 ലക്ഷം വരെ ഫിനാൻസും അവൈലബിൾ ആണ്. സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ. മേജറായിട്ട് ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ അതുപോലെ തന്നെ റീപെയിൻ്റ് ഒന്നും മേജറായിട്ട് കയറാത്ത വണ്ടിയാണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വണ്ടി വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് എന്തായാലും മേടിച്ചോളൂ. ഫ്രണ്ട്സ്, അടുത്ത വണ്ടി മാരുതി സുസുക്കിൻ്റെ ഒരു എർട്ടിക 7 സീറ്റർ വണ്ടിയാണ് കേട്ടോ. ഇത് ഡീസൽ എഞ്ചിനാണ്. കറൻ്റ്ലി 2012 മോഡലും 13 രജിസ്റ്റേർഡ് ഉള്ള വണ്ടിയാണ്. തേർഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന ഈ വണ്ടി ഏകദേശം 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ. അത് ജെനുവിൻ കിലോമീറ്റേഴ്സാണ്. മേജറായിട്ട് ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ കയറാത്ത വണ്ടി കേട്ടോ. ഇന്റീരിയർ സൈഡിലേക്ക് വരികയാണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ആഫ്റ്റർ മാർക്കറ്റ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, പിന്നെ 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. സോ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. നമ്മളിതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് 3,80,000 രൂപ മാത്രം കേട്ടോ. ഈ 3,80,000 3 ലക്ഷം വരെ നമുക്ക് ഫിനാൻസും അവൈലബിൾ ആണ്. സോ കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു 7 സീറ്റർ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ എടുക്കാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ. ആവശ്യക്കാരപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഞാൻ നമ്പർ താഴെ കൊടുക്കാം. ഓക്കെ. ഓൺ റോഡിലാണെങ്കിലും ഓഫ് റോഡിലാണെങ്കിലും ഇവനെ വെല്ലാൻ ആരുമില്ലെന്ന് തെളിയിച്ച ഒരു വണ്ടിയാണ് കേട്ടോ ടൊയോട്ടയുടെ ഫോർച്യൂണർ. അതെ, തല്ലിക്കൊന്നാലും ചാവാത്ത എഞ്ചിനോടെ കരുത്തുറ്റു വിപണിയിൽ നിൽക്കുന്ന ടൊയോട്ടയുടെ ഫോർച്യൂണർ. ഇത് നമ്മൾ പരിചയപ്പെടുന്നത് 2014 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക്കിൽ നിൽക്കുന്ന ടൊയോട്ടയുടെ ഫോർച്യൂണറാണ് കേട്ടോ. സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന ഈ വണ്ടി ഏകദേശം 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് കമ്പനി സർവീസാണ്. ഹിസ്റ്ററി അവൈലബിൾ ആണ് കേട്ടോ. കറൻ്റ്ലി പെരിന്തൽമണ്ണയ്ക്ക് രജിസ്റ്റർ ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. ഇത് 3 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. ഡീസൽ എഞ്ചിനാണ്. നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് വന്നിട്ട് 14,50,000 രൂപ മാത്രമാണ് കേട്ടോ. അതിൽ ഏകദേശം നമുക്കൊരു 10 ലക്ഷം 11 ലക്ഷം രൂപ വരെ ഫിനാൻസും അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഈ വാഹനം നമ്മളെ പെരിന്തൽമണ്ണ സിറ്റി കാസിൽ അവൈലബിൾ ആണ് കേട്ടോ. സോ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ഫ്രണ്ട്സ്, അടുത്ത വണ്ടിയും ടൊയോട്ടയുടെ ഫോർച്യൂണറാണ് കേട്ടോ. ഒരു 7 സീറ്റർ വണ്ടി. ഇത് 2012 മോഡലാണ്. രജിസ്റ്റേർഡ് കിടക്കുന്ന വണ്ടിയാണ് കേട്ടോ. 2 വീൽ ഓട്ടോമാറ്റിക് വരുന്ന വണ്ടി. കറൻ്റ്ലി 4th ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത് കേട്ടോ. 4 കട്ട ടയേഴ്സും അതുപോലെ തന്നെ അലോയ് വീൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വണ്ടിയാണ്. ഈ 4th ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടി ഏകദേശം 1,56,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് ജെനുവിൻ കിലോമീറ്റേഴ്സാണ്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഈ വണ്ടിയിൽ. മേജറായിട്ട് ആക്സിഡൻറ്റോ ഫ്ലഡോ തട്ടോ മുട്ടോ ഒന്നും തന്നെ കയറാത്ത വണ്ടിയാണ്. മേജറായിട്ട് റീപ്ലേസ്മെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ റീപെയിൻറ്റോ കാര്യങ്ങളൊന്നും കയറാത്ത വണ്ടിയാണ് കേട്ടോ. സോ ആവശ്യക്കാരുണ്ടെങ്കിൽ വണ്ടി എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നമ്മൾ ഇന്ത്യൻ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിലും നല്ല പക്ക ലെതർ ഫിനിഷ്ഡുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണ്. അടിപൊളിയായിട്ടുള്ള ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളും എല്ലാം വർക്കിംഗ് ആണ് കേട്ടോ. 2 വീൽ ഓട്ടോമാറ്റിക് കിടക്കുന്ന ഈ വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് വന്നിട്ട് 11 ലക്ഷം രൂപ മാത്രമാണ് ആസ്ക് ചെയ്യണത് കേട്ടോ. അതിൽ നമുക്ക് ഏകദേശം ഒരു 8-8.5 ലക്ഷം രൂപ വരെ ഫിനാൻസും അവൈലബിൾ ആണ്. സോ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. നല്ല ഫോർച്യൂണറിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്കൊക്കെ എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. സോ ഇത് നമ്മളെ യാർഡിൽ വണ്ടി അവൈലബിൾ ആണ്. മറക്കാണ്ട് എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അടുത്തത് നമുക്ക് ടൊയോട്ടയുടെ ഫാമിലിയിൽ നിന്നുള്ള ഇന്നോവ ക്രിസ്റ്റയാണ് കേട്ടോ. ഇത് കറൻ്റ്ലി രജിസ്ട്രേഷൻ വണ്ടിയാണ്. പെരിന്തൽമണ്ണയ്ക്ക് നമ്പറായ വണ്ടിയാണ് കേട്ടോ. ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2018 മോഡൽ കിടക്കുന്ന ഈ വണ്ടി ഏകദേശം സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൈഡ് പ്രൊഫൈലാണെങ്കിലും ടയേഴ്സ് ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ കിടക്കുന്ന വണ്ടിയാണ്. ഇത് ഏകദേശം 1,65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് ജെനുവിൻ കിലോമീറ്റേഴ്സാണ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. മേജറായിട്ട് ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ തട്ടോ മുട്ടോ ഫ്ലഡോ ഒന്നും കയറാത്ത വണ്ടിയാണ്. നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് വന്നിട്ട് 15,50,000. അതിൽ 12 ലക്ഷം വരെ ഫിനാൻസ് അവൈലബിൾ ആണ് കേട്ടോ. ഈ ബ്ലാക്ക് കിടക്കുന്ന വണ്ടിയാണെങ്കിലും രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇത് 2017 മോഡലാണ്. മാനുവൽ ഓപ്ഷനാണ് കേട്ടോ. തേർഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന ഈ വണ്ടി ഏകദേശം 1,56,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് ജെനുവിൻ കിലോമീറ്റേഴ്സാണ്. പിന്നെ ആഫ്റ്റർ മാർക്കറ്റ് നല്ല അടിപൊളി അലോയ് വീൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. വണ്ടികൾ രണ്ടും നമുക്ക് ലോക്ക് ആവുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് നമ്മൾ വീഡിയോ അങ്ങനെ എടുത്ത് പോകുന്നത്. ബാക്ക് ടയേഴ്സ് ആവറേജ് ടയേഴ്സ് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് 13 ലക്ഷമാണ് വണ്ടി ചോദിക്കുന്നത്. ഫിനാൻസ് 10 ലക്ഷം വരെ അവൈലബിൾ ആണ്. ഇത് റെനോൾട്ടിൻ്റെ ട്രൈബറാണ്. 7 സീറ്റർ വണ്ടിയാണ്. ലോ ബഡ്ജറ്റിൽ കിട്ടാൻ പോകുന്ന ഒരു 7 സീറ്റർ വണ്ടിയാണ് കേട്ടോ. കറൻ്റ്ലി ഇത് തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. 50,000 കിലോമീറ്റർ ജെനുവിൻ ഓട്ടമുള്ള ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ് കേട്ടോ. ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് വന്നിട്ട് 5,25,000 ആണ്. ഏകദേശം ഫുൾ ലോൺ വരെ കിട്ടുന്ന വണ്ടിയാണ് കേട്ടോ അത്.
ഈ ബ്രസ 2017 ZDI+ ആണ്. ഒരു 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. റേറ്റ് 790 അതിൽ 6.5 വരെ ഫിനാൻസും അവൈലബിൾ ആണ് കേട്ടോ. സമയപരിമിതി കാരണം കുറേ വീഡിയോസും കുറേ ഡീറ്റെയിൽസും ഞാൻ കട്ടാക്കിയിട്ടുണ്ട്. സോ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചോളൂ കേട്ടോ. ഞാൻ നമ്പർ ചോടെ കൊടുക്കേ. ഇത് എറ്റിയോസ് 2013 മോഡലാണ്, ഡീസൽ എഞ്ചിനാണ് കേട്ടോ. കറൻ്റ്ലി ഇത് തേർഡ് ഓണർഷിപ്പിലാണ് കിടക്കുന്നത്. നമുക്ക് ഏകദേശം 3,50,000 ആസ്ക് ചെയ്യുന്ന പ്രൈസ് കേട്ടോ. അതിൽ ഏകദേശം 2,70,000 രൂപ വരെ ഫിനാൻസും അവൈലബിൾ ആണ്. ഈ വണ്ടി ഏകദേശം 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതായത് തേർഡ് ഓണർഷിപ്പിൽ 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്നിരുന്നാലും ഇൻറ്റീരിയലൊക്കെ നല്ല പക്ക ക്വാളിറ്റിയാണ്. അടിപൊളി സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. നല്ല മെക്കാനിക്കൽ ക്വാളിറ്റിയുള്ള വണ്ടിയാണ് കേട്ടോ. സോ ലോ ബഡ്ജറ്റിൽ ഒരു സെഡാൻ ടൈപ്പ് വണ്ടി നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണിത്. ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ദയവ് ഇത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുകൊണ്ട് നിങ്ങളെ കമൻസിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.